ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളം എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നോട്ട്സ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാത്രമല്ല, പ്രായോഗിക മലയാളത്തിൻ്റെ മാത്രമല്ല, BA സോഷ്യോളജിയുടെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പറും ഫസ്റ്റ് സെമ്മിൻ്റെ സോഷ്യോളജിക്കാരുടെ എല്ലാ പേപ്പറുകളും, ഇംഗ്ലീഷ് ഒഴികെയുള്ള എല്ലാ പേപ്പറുകളും, അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ വേൾഡ് ഹിസ്റ്ററി ഫസ്റ്റ് സെമ്മിലെ, സെക്കൻഡ് സെമ്മിലെ എക്കണോമിക്സിൻ്റെ ജനറൽ എക്കണോമിക്സ് എന്ന പേപ്പറും BA ഹിസ്റ്ററിയുടെ ജനറൽ എക്കണോമിക്സ് എന്ന പേപ്പറും നോട്ടുണ്ട്. മലയാളത്തിലാണ് നോട്ട്സ്. ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ്. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും എന്ന രീതിയിൽ, ആൻസർ മലയാളത്തിൽ മാത്രം എന്ന രീതിയിൽ സെക്കൻഡ് സെം തയ്യാറാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് സെം കംപ്ലീറ്റ് ഹെഡിങ് ഇംഗ്ലീഷിൽ കൊടുത്തിട്ട് നോട്ട്സ് മലയാളത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ നമുക്ക് നമ്മൾ മൂന്നാമത്തെ ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് പങ്ക്തി എഴുത്തിൻ്റെ രാഷ്ട്രീയമാണ്. പങ്ക്തി എഴുത്ത് അല്ലെങ്കിൽ കോളമെഴുത്ത് എന്ന് പറയും. പത്രത്തിൽ നമ്മൾ സ്വന്തം ലേഖകൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണാറില്ല, അതിനാണ് പങ്ക്തി എഴുത്ത് അല്ലെങ്കിൽ കോളമെഴുത്ത് പറയുക. ഇവിടെ NP രാജേന്ദ്രൻ്റെ ഒരു ലേഖനമാണ്. അതിനാസ്പദമാക്കിയിട്ടുള്ള പങ്ക്തി എഴുത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ വരുന്നത്. പ്രമുഖ പത്രപ്രവർത്തകനും ഗ്രന്ഥകാരനും കോളമെഴുത്തുകാരനുമാണ് NP രാജേന്ദ്രൻ. മാതൃഭൂമി ദിനപത്രം ഡെപ്യൂട്ടി എഡിറ്ററും കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റും കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാനുമായിരുന്നു NP രാജേന്ദ്രൻ. കേരളത്തിലെ 44 നദികൾക്ക് സംഭവിക്കുന്ന നാശത്തെക്കുറിച്ച് 8 ലക്കങ്ങളിലായിട്ട് എഴുതിയ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് 1990 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വളരെ ശ്രദ്ധേയമാണ്. തൻ്റെ സവിശേഷമായ പത്രപ്രവർത്തനത്തിൽ നിന്നും വായനയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട മാധ്യമ വിചാരങ്ങളെ തൻ്റേതായ കാഴ്ചപ്പാടുകൾ ചേർത്തുകൊണ്ട് അദ്ദേഹം രചിച്ച കൃതികളിൽ പത്രാനന്തര വാർത്തയും ജനാധിപത്യവും എന്നൊരു കൃതിയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ പഠനങ്ങൾ, നിരീക്ഷണങ്ങൾ, പോരാളികൾ എന്നിങ്ങനെ 3 ഭാഗങ്ങളിലായിട്ട് 15 രചനകൾ സമാഹരിച്ചിട്ടുണ്ട്. ഇതിൽ പഠനങ്ങൾ എന്ന ഭാഗത്ത് 4 ലേഖനങ്ങളാണുള്ളത്. അതിൽ മൂന്നാമത്തെ ലേഖനമാണ് പങ്ക്തി എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്ന നമ്മളീ പഠിക്കാൻ പോകുന്ന ഭാഗം. എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നോക്കുക. പത്രമാധ്യമങ്ങൾക്ക് അഭിപ്രായം, നിലപാട് എന്നിവ ഉണ്ടാക്കി കൊടുത്തത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് എന്ന് ലേഖകൻ തൻ്റെ ലേഖനത്തിലൂടെ സമർത്ഥിക്കുകയാണ്. അതുപോലെ നവോത്ഥാന കാലഘട്ടത്തിലെ പങ്ക്തി എഴുത്തുകാരായ C. കൃഷ്ണൻ, മൂർക്കോത്ത് കുമാരൻ, സഞ്ജയൻ എന്നിവരെ പറ്റിയും അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പത്രപ്രവർത്തനം നടത്തിയിരുന്ന പങ്ക്തി എഴുത്തുകാരായ കേസരി ബാലകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നിവരുടെ സാഹസിക ഉദ്യമങ്ങളെയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ലേഖനത്തിൽ. ഏറ്റവും കൂടുതൽ പങ്ക്തി എഴുതിയ EMS നമ്പൂതിരിപ്പാടിനെ വിശദമായി തന്നെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. പങ്ക്തിയിൽ എന്തും എഴുതാമെന്ന മാറ്റത്തിന് തുടക്കം കുറിച്ച K. ബാലകൃഷ്ണനെയും NP രാജേന്ദ്രൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒറ്റയാന്മാർ എന്ന ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് ഒറ്റയാന്മാർ എന്നത്, അതിൻ്റെ അവസാന ഭാഗത്ത് OV വിജയൻ, MP നാരായണപിള്ള, തായാട്ട് ശങ്കരൻ, സുകുമാർ അഴീക്കോട് എന്നിങ്ങനെ പങ്ക്തി എഴുത്തിൽ വ്യത്യസ്തത പുലർത്തിയ ഒറ്റയാന്മാരായ എഴുത്തുകാരെയും അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. മലയാളത്തിൽ പങ്ക്തി രചന എന്നത് ഒരു ഗൗരവമുള്ള മാധ്യമപ്രവർത്തന ശാഖയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന പ്രസ്താവനയോടെയാണ് NP രാജേന്ദ്രൻ ലേഖനം തുടങ്ങുന്നത് തന്നെ. പത്രമാധ്യമങ്ങളിലെ വളരെ സാധാരണമായൊരു ഭാഗം മാത്രമായിട്ടാണ് മലയാള പങ്ക്തിയെ കണ്ടിരുന്നത്. മാത്രമല്ല, പത്രത്തിലും മറ്റ് ആനുകാലികങ്ങളിലും സ്ഥിരമായിട്ട് കാണാറുള്ള രചനകളൊക്കെ പങ്ക്തി എന്ന വിഭാഗത്തിലായി മലയാളികൾ ഗണിക്കാറുണ്ട് എന്നും ലേഖകൻ പറയുന്നുണ്ട്. അതിനുദാഹരണമായിട്ട് ഭാഷയിൽ ആദ്യമുണ്ടായ പങ്ക്തി കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയാണെന്ന ഒരു പത്രാധിപൻ്റെ പരാമർശത്തെ അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുമുണ്ട്. തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിക്കുന്ന എന്തിനേയും പങ്ക്തി എന്ന് വിളിക്കാം എന്ന ധാരണയായിരുന്നു പഴയ കാലഘട്ടത്തിൽ വെച്ച് പുലർത്തിയിരുന്നത് എന്നും ലേഖകൻ പറയുന്നുണ്ട്. എന്നാൽ അക്കാദമിക് ആയിട്ടുള്ള ഒരു നിർവചനം അവതരിപ്പിച്ചുകൊണ്ട് ഈ ധാരണയെ ലേഖകൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആ നിർവചനവും പരിപൂർണമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ നിർവചനം നോക്കുക. മാധ്യമങ്ങളിൽ ദീർഘകാലം ആവർത്തിക്കപ്പെടുന്ന എഴുത്തുകാരൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന കുറിപ്പുകളും ലേഖനങ്ങളുമാണ് പങ്ക്തി അഥവാ കോളം എന്നാണ് പാശ്ചാത്യ മാധ്യമ നിർവചനം എന്ന് പറഞ്ഞിട്ട് ആ പാശ്ചാത്യ മാധ്യമ നിർവചനത്തെ അംഗീകരിക്കുകയാണ്
നമ്മുടെ ലേഖകൻ. പക്ഷെ അതിലും അദ്ദേഹം പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്, ഈ നിർവചനവും പൂർണ്ണമല്ല അല്ലെങ്കിൽ അപൂർണമാണ് എന്നാണ് ലേഖകൻ്റെ വാദം. വിഷയം, പേജ്, കാലം, എഴുത്തുകാരൻ ഇവയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിനെ പറ്റിയെന്നുള്ള ധാരണകൾ ആ ഒരു നിർവചനത്തിൽ വരുന്നില്ല, അതനുസരിച്ച് വരുന്നില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. രചനകൾ പല പേജുകളിലെ പല താളുകളിലായിട്ട് പല പ്രസിദ്ധീകരണങ്ങളിലായിട്ട് എഴുതുമ്പോൾ തന്നെയും ഇവയൊക്കെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി ഉണ്ടാകുമ്പോഴാണ് അതൊരു പംക്തിയാണെന്ന് ഉറപ്പിക്കാനാവുക എന്നൊരു നിഗമനമാണ് നമ്മുടെ ലേഖകനുള്ളത്. മാത്രമല്ല പംക്തിയുടെ വ്യക്തിത്വത്തെയും കൂടി പരാമർശിച്ചുകൊണ്ട് സാമാന്യ ചരിത്രവും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. തുടക്കത്തിലെ രാഷ്ട്രീയം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയുടെ ഭാഗത്ത് ആദ്യകാലത്തെ പംക്തികളുടെ സവിശേഷതകളെപ്പറ്റിയും പംക്തി വിവരിക്കുന്ന അല്ലെങ്കിൽ പംക്തി വഹിക്കുന്ന ധർമ്മങ്ങളെപ്പറ്റിയും അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. 1997 പ്രസിദ്ധീകരിച്ച പെൻഗിൻ ബുക്ക് ഓഫ് കോളമിസ്റ്റ് എന്ന 140 ലേഖകന്മാരുടെ ഒരു പംക്തി സമാഹാരത്തിൽ കാണുന്ന പൊതുവെയുള്ള സ്വഭാവങ്ങളെ ക്രോഡീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ. വ്യക്തികളുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളുമാണ് അവയൊക്കെയും അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ നിന്നാണ് പത്രം, അഭിപ്രായം എന്നീ വീക്ഷണകോണുകളിലേക്ക് ലേഖകൻ കടന്നു ചെല്ലുന്നത്. പത്രയുടമ തൻ്റെ അഭിപ്രായങ്ങൾ മുഖപ്രസംഗത്തിലൂടെ രേഖപ്പെടുത്തിയപ്പോൾ എഡിറ്റർമാർ തങ്ങളുടെ അഭിപ്രായം അവതരിപ്പിക്കാൻ പംക്തി തുടങ്ങി എന്ന അതിൻ്റെ ഉത്ഭവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് അദ്ദേഹം കടക്കുന്നത്. വ്യക്തികളുടെ അഭിപ്രായത്തിൽ അവതരിപ്പിക്കാനുള്ള ഇടമായതുകൊണ്ട് ഒരു സ്വതന്ത്ര ഇടമായിട്ടാണ് പംക്തി അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ദുരാചാരങ്ങളെയും വ്യവസ്ഥിതികളെയും രൂക്ഷമായിട്ട് വിമർശിക്കാനുള്ള മാധ്യമം കൂടിയാണ് പംക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഹാസ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പംക്തിയിലൂടെ സാമൂഹ്യ വിമർശനം നടത്തിയ സഞ്ജയൻ, ഇ.വി. കൃഷ്ണപിള്ള, കേസരി, വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ തുടങ്ങിയ എഴുത്തുകാരെയും അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ എന്ന പത്രാധിപർക്കുള്ള സ്ഥാനത്തെ പറ്റിയാണ് അദ്ദേഹം തൻ്റെ ലേഖനത്തിലെ അടുത്ത ഭാഗത്ത് വ്യക്തമായിട്ട് ചർച്ച ചെയ്യുന്നത്. അത് മാത്രം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും ചിലപ്പോൾ കേട്ടോ. മലയാള പത്രത്തിന് നിലപാടും അഭിപ്രായം ഉണ്ടാക്കി കൊടുത്തത് കേരള പത്രിക എന്ന പത്രത്തിൻ്റെ പത്രാധിപരായ ചെങ്കുളത്താണ് എന്ന് ലേഖകൻ സമർത്ഥിക്കുന്നുണ്ട്. അതിനു മുമ്പ് പൊതുജനാഭിപ്രായം എന്ന ഒന്നില്ലായിരുന്നു എന്നും പ്രമാണികളുടെയോ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ അഭിപ്രായങ്ങളായിരുന്നു അവസാന വാക്കുകളായിട്ട് വർത്തിച്ചിരുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരള പത്രികയ്ക്ക് മുമ്പുള്ള പത്രങ്ങളിലൊക്കെയും വാർത്തകൾ ഉണ്ടായിരുന്നു, പക്ഷേ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ചെങ്കുളത്തിൻ്റെ കേരള പത്രികയുടെയും പ്രസക്തി. നവോത്ഥാന കാലം എന്ന അടുത്ത ഭാഗത്ത് മലയാളത്തിലെ നവോത്ഥാന കാല പംക്തി എഴുത്തുകളെയും അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കും രാഷ്ട്രീയ കൊള്ളരുതായ്മയ്ക്കുമെതിരായിട്ട് പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു തുടങ്ങിയ കാലത്തെയാണ് നവോത്ഥാന കാലമായിട്ട് അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്. എഴുത്തുകാർ തങ്ങളുടെ വിവിധങ്ങളായ എഴുത്തുകളിലൂടെയായിരുന്നു പ്രതിഷേധിച്ചിരുന്നതും പോരാടിയിരുന്നത്. ഇത്തരത്തിലെ വിമർശനത്തിനും പ്രതിഷേധത്തിനുമുള്ള ഉപാധിയായി പംക്തി എഴുത്തിനെയും അന്നുള്ളവർ സ്വീകരിച്ചു എന്നതാണ് ലേഖകൻ പറയുന്നത്. മിതവാദി സി കൃഷ്ണൻ, സി.വി. കുഞ്ഞിരാമൻ, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ എന്നിവരൊക്കെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. തങ്ങളുടെ സമുദായത്തിൽ കൊടികുത്തി വാഴുന്ന ജാതീയമായ വേർതിരിവുകളെയും അനീതികളെയും പത്രപ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ പംക്തി എഴുത്തിലൂടെ നിശിതമായി വിമർശിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത നവോത്ഥാന നായകന്മാർ കൂടിയാണ് നമ്മളീ പറഞ്ഞ സി കൃഷ്ണൻ, പി.വി. കുഞ്ഞിരാമൻ, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയവർ. മഹാകവി കുമാരനാശൻ ഒരു കവി എന്നതിലുപരി കൃത്യമായ സാമൂഹ്യബോധം കൈമുതലായിരുന്ന ഒരു പത്രാധിപനും കൂടിയായിരുന്നു എന്നാണ് ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഹാസ്യപംക്തി എഴുത്തുകാരനായ മൂർക്കോത്ത് കുമാരനെയും കുമാരൻ്റെ പിൻഗാമി എന്ന നിലയിൽ സഞ്ജയനെയും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഈഴവ ജനതയുടെ വിമോചനത്തിന് വേണ്ടിയാണ് കുമാരൻ പോരാടിയതെങ്കിൽ മൂർച്ചയേറിയ സാമൂഹിക വിമർശനവും രാഷ്ട്രീയ വിമർശനവുമായിരുന്നു സഞ്ജയൻ്റെ മേഖല എന്നാണ് ലേഖകൻ നമ്മളോട് പറയുന്നത്. സഞ്ജയനേക്കാൾ തീക്ഷ്ണമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന ഹാസ്യ സാഹിത്യകാരനായ ഇ.വി. കൃഷ്ണപിള്ളയെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ പംക്തികൾ മുന്നിൽ എന്ന ഭാഗത്ത്
പങ്ക്തി എഴുത്തിൽ രാഷ്ട്രീയ ദൗത്യം ശക്തമായി മുറുകെ പിടിച്ചവരെ അദ്ദേഹം നിരത്തി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എം സി ജോസഫ്, കേസരി ബാലകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തുടങ്ങിയവരെ പറ്റി അദ്ദേഹം ആദ്യം പറയുന്നുണ്ട്. രാജഭരണത്തിൻ്റെ അധികാര ദുർവിനിയോഗങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ച പത്രപ്രവർത്തനം നടത്തിയതിന് നാടുകടത്തപ്പെട്ട സ്വദേശാഭിമാനി അദ്ദേഹം വിലമതിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വന്ന കേസരിയെയും അദ്ദേഹം ഓർക്കുന്നുണ്ട്. വ്യക്തികളുടെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ലേഖകൻ അവിടെ നടത്തുന്നത്. സ്വാതന്ത്ര്യസമര രാഷ്ട്രീയ ആഹ്വാനങ്ങളുടെ ഭാഗമായിട്ട് പങ്ക്തി എഴുത്തിൽ സജീവമായി ഏർപ്പെട്ട എഴുത്തുകാരുടെ പേരുകൾ കൂടെ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം. ഏറ്റവും കൂടുതൽ പങ്ക്തി എഴുതിയ EMS നമ്പൂതിരിപ്പാടിനെയാണ് അടുത്ത ഭാഗത്ത് അദ്ദേഹം നമ്മെ പരിചയപ്പെടുത്തുന്നത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പോലും പങ്ക്തി എഴുതിയ EMSൻ്റെ ലേഖനങ്ങളുടെ കാതൽ രാഷ്ട്രീയമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുതന്നെയായിരുന്നു താനും. തൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും എല്ലാവിധ ജനങ്ങളിലേക്കും എത്തണമെന്ന ഉദ്ദേശത്തോടെ എഴുതിയ EMS എന്ത് ചെയ്തു, അവരിലൊക്കെയും കൃത്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. പങ്ക്തിയിൽ എന്ത് വിഷയവുമാവാമെന്ന സാധ്യതയ്ക്ക് തുടക്കമിട്ട കെ ബാലകൃഷ്ണനെയാണ് അടുത്ത ഭാഗത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. കൗമുദി ആഴ്ചപ്പതിപ്പിൽ പ്രവർത്തിച്ചിരുന്ന കെ ബാലകൃഷ്ണൻ്റെ രചനകൾ ഒരേ സമയം ജനപ്രിയകരവും ഇടതുപക്ഷ ആശയങ്ങളുടെ പോരാട്ട പ്രകടന പത്രികയുമായിരുന്നു എന്നാണ് എഴുത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നത്. രാഷ്ട്രീയ വിമോചനത്തിനും സാമൂഹിക അസമത്വത്തിനു വേണ്ടി എഴുത്തിലൂടെ പോരാടിയവരായ കമ്പിശ്ശേരി കരുണാകരൻ്റെ, അതുപോലെ കേശവദേവിൻ്റെയും വൈക്കം ചന്ദ്രശേഖരൻ നായരുടെയൊക്കെ ലേഖനങ്ങൾ അദ്ദേഹം ഓർക്കുന്നുണ്ട്. കാർട്ടൂൺ പങ്ക്തിയിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന മലയാള നോവലിസ്റ്റ് OV വിജയനെയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഒറ്റയാന്മാർ എന്ന ഭാഗത്ത് പങ്ക്തി എഴുത്തിൽ വ്യത്യസ്തത പുലർത്തിയിരുന്ന എഴുത്തുകാരെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. യുക്തികളും കുയുക്തികളും കലക്കിച്ചേർത്ത് നർമ്മവും പരിഹാസവും കലർന്ന ജനപ്രിയ ലേഖനങ്ങൾ എഴുതിയിരുന്ന എഴുത്തുകാരനായിരുന്നു MP നാരായണപിള്ള എന്ന് അദ്ദേഹം പറയുന്നു. ജനാധിപത്യ സംവിധാനത്തിലെയും അതുപോലെ കക്ഷി രാഷ്ട്രീയത്തിലെയും ജീർണതകൾക്കെതിരെ പോരാടിയ ലേഖകനായിരുന്നു സുകുമാർ അഴീക്കോട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇടതുപക്ഷത്തിൻ്റെ ജീർണതകളെ ശക്തമായി ചോദ്യം ചെയ്ത ലേഖകനായിരുന്നു MN വിജയൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഗാന്ധിസത്തെ മാർക്സിസവുമായി സമരസപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്ര ചിന്ത പുലർത്തിയ ലേഖകനായിരുന്നു തായാട്ട് ശങ്കരൻ എന്ന് അദ്ദേഹം പറയുന്നു. ആഴത്തിലുള്ള വായനയിൽ നിന്നും ആർജിച്ച അറിവുകൾ ഉൾക്കൊള്ളിച്ച വിജ്ഞാനപ്രദമായ ലേഖനങ്ങളായിരുന്നു P. ഗോവിന്ദപിള്ള എഴുതിയിരുന്നത് എന്നാണ് നമ്മുടെ ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒറ്റപ്പെട്ട ലേഖകന്മാരെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകളെയും ലേഖകൻ അടയാളപ്പെടുത്തുകയാണ്. എന്നാലൊപ്പം നിഷ്പക്ഷമായി രാഷ്ട്രീയത്തെ സമീപിച്ചവരെയും പരാമർശിക്കുന്നുണ്ട്. ഈ കാഴ്ചപ്പാടോടെ കേരള കൗമുദിയിൽ പ്രവർത്തിച്ച K. കാർത്തികേയനെയും പങ്ക്തി എഴുത്തിൽ ഇന്നും മുഖ്യധാരയിൽ നിലകൊള്ളുന്ന മലയാള മനോരമ പത്രത്തിൽ പ്രവർത്തിച്ച TM ചുമ്മാറിനെയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. TM ചുമ്മാറിൻ്റെ ലേഖനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തെപ്പറ്റി ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകി പോകുന്നുവെന്നും ലേഖകൻ പറയുന്നുണ്ട്. അവസാന ഭാഗത്ത് ഇന്നത്തെ പങ്ക്തികളുടെ സ്വഭാവത്തെയാണ് വിശദീകരിക്കുന്നത്. ജീവിതകാലം മുഴുവനും പങ്ക്തി എഴുതിയിരുന്ന ഒരു കാലത്തിൽ നിന്നും 6 മാസം 12 ലേഖനം ഒരേ പേജിൽ എഴുതിയാൽ പങ്ക്തിക്കാരനാവാമെന്ന നിലയിലേക്ക് പങ്ക്തി എഴുത്ത് പരിണമിച്ചിരിക്കുന്നു എന്നാണ് ലേഖകൻ നിരീക്ഷിക്കുന്നത്. മാത്രമല്ല ടെക്നോളജി, കമ്പ്യൂട്ടർ എന്നിവയെയും നിർമ്മിത ബുദ്ധി പോലുള്ള ഉത്തരാധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാലോചിതമായ മാറ്റങ്ങളാണ് പങ്ക്തി എഴുത്തുകാർ സ്വീകരിക്കുന്നതെന്നും പങ്ക്തികൾ ഒരിക്കലും മരിക്കുന്നില്ല എന്നും സംഗ്രഹിച്ചുകൊണ്ട് ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. വ്യക്തികൾക്ക് തങ്ങളുടെ സ്വതന്ത്രമായ അഭിപ്രായങ്ങളും നിലപാടുകളും പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ യാതൊരു സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ആദ്യകാല പത്രങ്ങൾ വെറും വാർത്ത അവതരിപ്പിക്കുക എന്നതിനപ്പുറം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ആഹ്വാനമൊന്നും നടത്തിയിരുന്നില്ല. കേരള പത്രികയുടെ പത്രാധിപരായ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ മുമ്പ് കേരള പ്രവർത്തന രംഗത്ത് പൊതുജനാഭിപ്രായം എന്ന ഒന്നില്ലായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അഭിപ്രായപ്പെടുന്നുണ്ട്. പത്രങ്ങൾക്ക് അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടാക്കി കൊടുത്തു എന്നതിൽ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനുള്ള സ്ഥാനം അദ്വിതീയമാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വെറും വാർത്ത കൊണ്ട് സമൂഹത്തിൻ്റെ സാംസ്കാരിക ചിന്താമണ്ഡലം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, വളരുന്നില്ല. എന്നാൽ പങ്ക്തി എഴുത്തുകൾ തുടങ്ങിയതോടെ അതിനുള്ള സാധ്യതകൾ തുറക്കപ്പെടുകയായിരുന്നു.
ഇതിന് ആളുകൾക്ക് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സാധ്യതകൾ തുടങ്ങുകയായിരുന്നു. വ്യത്യസ്തങ്ങളായ മേഖലകളെപ്പറ്റി വ്യക്തികൾക്കുള്ള സ്വതന്ത്രമായ നിലപാടുകളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കപ്പെടുകയും അതിനെ തരം പോലെ ഉൾക്കൊള്ളുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വായനാ സമൂഹം ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് സാംസ്കാരിക സമൂഹം വളരുന്നത് എന്നാണ് നമ്മുടെ ലേഖകൻ്റെ കാഴ്ചപ്പാട്. ഈ വളർച്ചയിൽ പംക്തി എന്ന മാധ്യമരചനാ വിഭാഗം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കാരണം ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലെയും രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതികളെയും പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്ന രീതിയിലും വിമർശിച്ചതിലും സജീവമായിരുന്നത് പംക്തി എഴുത്തുകാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പംക്തി എഴുത്തുകാർ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യവും അതുതന്നെയാണ്. കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ആര് വേണം? പംക്തി എഴുത്തുകാർ വേണം. ഇന്ന് പംക്തി എഴുത്തുകാർ അതിൻ്റെ എല്ലാ ഘടകങ്ങളിലും പരിണമിച്ചിട്ടുണ്ട് എന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട് ലാസ്റ്റ്. മാത്രവുമല്ല കാലോചിതമായി പുതിയ വിഷയങ്ങളെയും പംക്തികൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ആ ലേഖനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു യൂണിറ്റ് കഴിഞ്ഞു. ആ ഒരു ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഓക്കെ, താങ്ക്സ്.